പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ ധന്യനാമത്തിൽ എല്ലാവരെയും അച്ഛൻ ക്ഷണിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആഴമില്ലാത്ത നിലയില്ലാത്ത കടലിലേക്ക് അങ്ങ് ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ചു. ആ കരുണയാൽ തന്നെ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കുക. ചങ്കുകുത്തി തുറന്നുകൊണ്ട് തൻ്റെ ജീവൻ്റെ രക്തവും നമ്മെ വിശുദ്ധീകരിക്കുന്ന തിരുജലവും ഒഴുക്കിക്കൊണ്ട് നമ്മെ നോക്കി നിൽക്കുന്ന ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മെ തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കാം. അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത്, അവിടുത്തെ കാരുണ്യത്താൽ നമ്മെ പരിപാലിച്ച് ഇന്ന് ഈ ദിനം അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ, അവിടുത്തെ കരുണയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അവിടുന്ന് നമ്മെ ജീവിക്കാൻ അനുവദിച്ചത് അവിടുത്തെ ശക്തി പ്രകടമാക്കാൻ വേണ്ടിയാണ്. നമ്മെ ഉയർത്തിയത്, ഇന്ന് അവിടുത്തോട് കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തൻ്റെ ശക്തി പ്രകടമാക്കി നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, പൗരോഹിത്യത്തെ, സന്യാസത്തെ, ജോലിയെ, ബിസിനസ്സിനെ, സകല മേഖലകളെയും തൻ്റെ കരുണയാൽ നിറച്ച് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. നീ രോഗിയാണോ? നീ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? നിന്റെ കുടുംബം ആകപ്പാടെ വഴിമുട്ടി നിൽക്കുന്ന സാമ്പത്തിക തകർച്ചയിലാണോ? മക്കളെ ഓർത്ത് നീ നൊമ്പരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? പ്രിയപ്പെട്ട കുഞ്ഞെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകുമ്പോൾ രോഗങ്ങൾ മാറും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തി നിന്നെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വിശുദ്ധിയിലേക്കും വലിയ അഭിഷേകത്തിലേക്കും വലിയ അനുഗ്രഹത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്ന വലിയ ശക്തിയാണ്. ആ കരുണയുടെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ വലിയ കരുണയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി ഇവിടെ ഇറങ്ങി വരണം. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നിന്റെ ശരീരത്തിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ, നിന്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകമാണ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല മക്കളും പരസ്പരം പ്രാർത്ഥിക്കുക. ദൈവമക്കളുടെ വലിയ കൂട്ടായ്മയിൽ ഈ ഗാനത്തോട് ചേർന്ന് വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആത്മാവേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, എല്ലാ മക്കളിലും നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളും തകർക്കുന്ന, എല്ലാ കെട്ടുകളും പൊട്ടിക്കുന്ന, പൈശാചിക സ്വാധീനങ്ങളെ നിർവീര്യമാക്കുന്ന കാരുണ്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തിയാൽ ഇതാ എല്ലാ മക്കളിലും നിറയുന്നു. നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, തകർച്ചകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഈ കരുണക്കടലിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇതാ വ്യാപരിക്കുന്നു. അഭിഷേക ശക്തി നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു.
പ്രാർത്ഥിച്ചേ. നിറയണമേ ശക്തി നിറയണമേ എല്ലാ മക്കളിലും. പരിശുദ്ധാത്മാവേ നിറയണമേ. രോഗികളായ മക്കൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, സാമ്പത്തിക പ്രതിസന്ധികള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകള് എല്ലാം സമർപ്പിക്കുകയും കർത്താവിന്റെ കരുണയുടെ ശക്തി വലിയ അഭിഷേകമായി നിറയുമ്പോൾ കെട്ടുകൾ പൊട്ടും, ബന്ധൻ വഴിയും, വലിയ വിടുതൽ എല്ലാ മക്കളും പ്രാപിക്കും. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. Yes. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധന ആരാധന. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ എല്ലാ കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും വിട്ടുമാറിപ്പോകട്ടെ, എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, മാറാ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. കർത്താവിന്റെ കരുണയുടെ ശക്തി എല്ലാ മക്കളിലും കുടുംബത്തിലും വ്യാപരിക്കട്ടെ. Mighty power, anointing, anointing, anointing. അഭിഷേകം, 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 അഭിഷേകം. കർത്താവേ, അങ്ങയുടെ മക്കളെല്ലാവരെയും അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മക്കളായിരിക്കുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, സങ്കടങ്ങളെല്ലാം അങ്ങയുടെ കരുണക്കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കൺവെൻഷന്റെ അവസാനത്തെ ദിവസം കർത്താവേ, അങ്ങയുടെ കരുണക്കടലിലേക്ക് അങ്ങയുടെ മക്കളെ ഇന്ന് ആഴ്ത്തണമേ. ആ വലിയ അനുഭവം അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണമേ. അങ്ങയുടെ കരുണക്കടലിൽ അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഗ്രഹവും അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിക്കുവാൻ അങ്ങയുടെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ. അതിനും എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി പോകട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, മൂടപ്പെട്ട കണ്ണുകൾ തുറക്കട്ടെ, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ തകരട്ടെ, അവന്റെ കെട്ടുകൾ പൊട്ടട്ടെ, അവന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും അവസാനിക്കട്ടെ. അങ്ങയുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. അങ്ങയുടെ കരുണയിൽ അതെല്ലാം അങ്ങ് നിറച്ചു വച്ചിട്ടുണ്ടല്ലോ കർത്താവേ, അത് സ്വന്തമാക്കിയെടുക്കുവാൻ അങ്ങയുടെ മക്കൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ദിവ്യകാരുണ്യത്തിന്റെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ സാന്നിധ്യം എന്നും നിറഞ്ഞു നിൽക്കട്ടെ. പ്രത്യേകിച്ച് ഈ സമയം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട്. യോസേപ്പ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുണയുടെ വലിയ അഭിഷേകത്തിലേക്ക് നമ്മെ ആനയിച്ചുകൊണ്ട് കരുണയുടെ മഹാതിരുനാളിലേക്ക് കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം കർത്താവിൻ്റെ കരുണക്കടലിലേക്ക് നമ്മെ ആഴ്ത്തിക്കൊണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ്, തൻ്റെ ശക്തി നമ്മിൽ പ്രകടമാക്കുകയാണ്. നന്ദി പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കർത്താവിൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുക്കിയത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാണ്. കുരിശിൽ മരിച്ച് പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താനെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഈശോ നമുക്ക് നേടിത്തന്ന വലിയ സ്വാതന്ത്ര്യം, വലിയ വിടുതൽ, വലിയ വിശുദ്ധി, വലിയ ശക്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ കരുണക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായോട് കരുണയുടെ തിരുനാളിനെക്കുറിച്ച് ഈശോ പറയുന്നത് വളരെ മനോഹരമായിട്ട് ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 699 അവിടെ ഈശോ പറയുന്നത് കേട്ടോട്ടോ. ഈശോ പറയാണ്, എൻ്റെ മകളെ, വലിയ സ്നേഹത്തോടെ ഫൗസ്റ്റീനായി വിളിക്കുകയാണ്, എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെ പറ്റി സമസ്ത ലോകത്തോടും പറയുക. ഇത് പറയാണ്, എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മക്കൾക്കും അഭയവും സംരക്ഷണവുമായിരിക്കുവാൻ ഈ കരുണയുടെ തിരുനാള് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും പറയാണ്, ആ ദിവസം കരുണയുടെ അനുകമ്പാർദ്രമായ ആഴങ്ങൾ ഞാൻ തുറക്കും. പ്രിയപ്പെട്ട മക്കൾ, ഈശോ പറയാ, കരുണയുടെ അനുകമ്പാർദ്രമായ വലിയ കവാടം ഞാൻ തുറക്കും, ആഴങ്ങൾ ഞാൻ തുറക്കും. ഇവിടെ പറയാണ്, എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ എൻ്റെ പ്രസാദവരത്തിൻ്റെ വൻ കടൽ ഞാൻ ഒഴുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയുടെ വൻ കടൽ ഒഴുക്കും ഈ കരുണയുടെ തിരുനാളിൽ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. വീണ്ടും കർത്താവ് പറയാണ്, അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. കുമ്പസാരിച്ച് നമ്മളതിലേക്ക് ഇന്ന് വരും. കുമ്പസാരിച്ച് നമ്മൾ പാപമോചനം നേടി അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കൾക്ക് വലിയ അഭിഷേകം, പാപമോചനം മാത്രമല്ല, പാപത്തിൻ്റെ വേദനമായ കടങ്ങളുടെ പൊറുതിക്കും പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്നു. വീണ്ടും പറയുകയാണ്, അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാനലുകളും ഞാൻ തുറന്നു വിടും. എൻ്റെ യേശുവേ, അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാനലുകളും ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്നു വിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. എത്ര വലിയ പാപിയാവട്ടെ, ഈശോ പറയാ, എൻ്റെ ഈ കരുണയിലേക്ക് വരാൻ ഭയപ്പെടരുത്. ഈശോ പറയാണ്, മക്കളെ, മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്രമാത്രം ഉന്നതമാണ്. മനുഷ്യബുദ്ധിക്കോ അമാനുഷ ബുദ്ധിക്കോ അളക്കാൻ പറ്റാത്ത വിധം എൻ്റെ കരുണ അത്രമാത്രം അഗാധമാണ്. വീണ്ടും ഈശോ പറയുകയാണ്, അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. ഈ കരുണ ആർക്കും അളക്കാനോ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധത്തിൽ ആഴമായ കരുണ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മാത്രമല്ല നിത്യതയോളം അതങ്ങനെ തന്നെയായിരിക്കും. ഈശോ പറയാണ്, എൻ്റെ കരുണാർദ്രമായ കടലിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. നല്ല കണ്ടു, എല്ലാ മക്കളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത് ഈശോയുടെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ്. എന്ന് പറയാണ്, എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈശോ പറയുന്നു, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഈ തിരുനാൾ സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം.
ഈശോയുടെ അഭിലാഷമാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതുഞായർ, ഈ ഞായറാഴ്ച ഈ തിരുനാൾ സാഘോഷം കൊണ്ടാടണം. എന്നിട്ട് പറയാണ്, എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം സാധിക്കുകയില്ല, ലഭിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ദൈവകരുണയുടെ തിരുനാളിനെ കുറിച്ച് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം. അതായത് ദൈവത്തിൻ്റെ കരുണ ഇതുപോലെ മനുഷ്യബുദ്ധിക്ക്, അമാനുഷ്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പോലും പറ്റാത്ത വിധം അത്രമാത്രം ആഴമുള്ള ദൈവത്തിൻ്റെ കരുണ ഈ മക്കൾക്ക് നൽകിക്കൊണ്ട്, എത്ര കഠിന പാപിയാകട്ടെ, കേട്ടു ഈശോ പറഞ്ഞത്, ആ കരുണ കടലിലേക്കാണ് എൻ്റെ മക്കളെ ഈശോ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും വിളിച്ചിരിക്കുന്നതും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി ഈ കരുണ ഈശോ ഓൾറെഡി ഈ ലോകത്തിന് നൽകപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല നിത്യതയോളം ഈ കരുണ ഇങ്ങനെ തന്നെ ഇരിക്കും. നിത്യതയോളം ഈ ലോകത്തിൽ വരും തലമുറകൾക്ക് 1000 കോടാനുകോടി തലമുറകൾ വന്നാലും നിത്യതയോളം ഈ പറഞ്ഞ കാരുണ്യം മാറാതെ നിൽക്കും. അത്രമാത്രം ആഴപ്പെട്ട അഗ്രാഹ്യമായ ഈ കരുണ അത് നിലനിൽക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട മക്കളെ? നമ്മൾ അതിലേക്ക് വരുന്നേ. കർത്താവിൻ്റെ കരുണക്കടൽ ഇതാ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട് കഴിഞ്ഞു. ഈ കരുണ സ്വന്തമാക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ കണ്ടു, ദൈവം പരിതപിച്ചു. മനുഷ്യൻ എന്തു ചെയ്യണം? അനുദപിക്കണം. അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ പാപങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കുമ്പസാരിച്ച് ഇനി പാപം ചെയ്യത്തില്ലെന്നുള്ള തീരുമാനമെടുത്ത് മനസ്താപ പ്രകരണത്തിൻ്റെ ശക്തമായ പ്രതിജ്ഞയോടെ ദൈവത്തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് യേശുവാകുന്ന ദിവ്യകാരുണ്യത്തെ സ്വന്തമാക്കി സ്വീകരിച്ച്, ഇനി ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ആഴമായ ദൈവകരുണയുടെ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ട് ഞാനോ നീയോ നിന്റെ കുടുംബമോ എൻ്റെ പൗരോഹിത്യമോ രക്ഷപ്പെടില്ല. ഈശോ കുരിശ് മരിച്ചതുകൊണ്ട് ഈശോ പാപം നീക്കി, ശാപം നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താനെ എന്നേക്കുമായിട്ട് നിത്യനരകത്തേക്ക് താഴ്ത്തി. അതുകൊണ്ട് നീയും ഞാനും രക്ഷപ്പെടില്ല. അത് ഞാനും നീയും സ്വന്തമാക്കി എടുക്കേണ്ടതുപോലെ സ്വന്തമാക്കി എടുക്കണം. നമ്മൾ പാപികളാണ്, നമ്മൾ കണ്ടു ജന്മപാപത്തോട് ജനിച്ചവരാ. ഈ പാപത്തിൽ നിന്ന് എല്ലാം നമ്മെ മോചിപ്പിച്ച കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ബലി സ്വന്തമാക്കിയെടുത്ത് പാപപരിഹാര ബലിയിൽ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, നമ്മുടെ വീടിൻ്റെ മണ്ണിൻ്റെ പാപങ്ങൾ, പാരമ്പര്യത്തിൻ്റെ പാപങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലിയർപ്പിച്ച് അതിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് വീണ്ടും ജീവൻ നൽകുന്ന കർത്താവിൻ്റെ ഈ മഹാകരുണ സ്വന്തമാക്കി നമ്മൾ എടുക്കണം. കാരണം എന്താണ്? മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പ്രഭാഷണ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 13 മുതൽ തിരുവചന ഭാഗത്തിൽ 11 മുതൽ നമുക്ക് വായിക്കാം. അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, വചനം പറയാണ്, നിന്റെ തകർച്ചയ്ക്കുള്ള കാരണം കർത്താവാണെന്ന് നീ പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മൾ നശിക്കാൻ, നമ്മൾ രോഗത്തിൽ അടിമപ്പെട്ടു പോകാൻ, നമ്മുടെ ശരീരം ആകപ്പാടെ തകർന്നു പോകാൻ, ജീവിതം, കുടുംബം, പൗരോഹിത്യം, സന്യാസം നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ദൈവം വെറുക്കുന്നു. അത് ദൈവത്തിൻ്റെ കരുണയുടെ മറ്റൊരു മുഖം. നമ്മുടെയൊക്കെ നാശം, പ്രിയപ്പെട്ട മക്കളെ, ദൈവം വെറുക്കുന്നു. എന്നാൽ സംഭവം എന്താ? വീണ്ടും വചനം പറയാണ്, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. അവന് സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് പറയാണ്, നന്മയും തിന്മയും അവൻ്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും അവൻ്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമ്മൾ സ്വതന്ത്രരാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അവൻ ജീവന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അവൻ സ്വതന്ത്രമായ തീരുമാനമെടുത്ത് ആ ദൈവത്തിന് വേണ്ടി, ജീവന് വേണ്ടി നിലകൊള്ളണം. എന്നാൽ അതിനെ വിട്ടിട്ട് അവൻ തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ, മരണം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ അത് ലഭിക്കും. അങ്ങനെ ഇന്ന് പല മക്കളും രോഗം മാറിയ അച്ഛൻ്റെ അടുത്തേക്ക് പല മക്കളും പല പല പ്രശ്നങ്ങളോട് കൂടി കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം സത്യമാണ്, ഇന്ന് ലോകത്തിൽ മഹാമാരി, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. എന്താ പറ്റിയേ? ദൈവത്തോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന്, ദൈവകൽപ്പനകൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ കരവേലയായ, ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയായ
ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പരിപാലനയുടെ സാന്നിധ്യമായ മനുഷ്യനും ഈ ലോകവും ഈ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ആ കരുണയിൽ, ആ കരുണക്കടലിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കാതെ പോയതിൻ്റെ ഗതികേടാണ് പ്രിയപ്പെട്ട മക്കളെ പല രോഗങ്ങൾ, പല തകർച്ചകൾ, പല പ്രതിസന്ധികൾ, പല പ്രതികൂലങ്ങൾ, ജീവിതം വഴിമുട്ടിപ്പോയതിൻ്റെ കാരണം. ഇന്ന് ഈ മഹാമാരിയുടെയും കാരണം തേടി പോകുമ്പോൾ ലോകത്തിന് ദൈവത്തെ വേണ്ട. നിങ്ങൾ കണ്ടു, നമ്മൾ ദൈവത്തെ വേണ്ട, വചനം വേണ്ട, ദേവാലയം വേണ്ട, കൂദാശ വേണ്ട. പിന്നെയോ അവനവനിസത്തിൻ്റെ അടിമത്തം, അവനവനിസം, ഇൻഡിവിജ്വലിസം, ഞാൻ, എൻ്റെ, എനിക്ക്, അഹങ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന്, അതുകൊണ്ട് ഈശോ പറഞ്ഞ മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല എൻ്റെ മക്കളെ. സത്യമാണ് ഈശോ പറഞ്ഞത്. ആ ഈശോ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷേ അത് സ്വീകരിക്കുവാൻ ഇന്ന് മനുഷ്യന് സാധിക്കാതെ പോകുന്ന ഗതികേട്. ഇന്ന് നമ്മുടെയൊക്കെ ലോകത്തിൻ്റെ, രാഷ്ട്രങ്ങളുടെ, സമൂഹത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ, സഭയുടെ, സന്യാസത്തിൻ്റെ, കുടുംബത്തിൻ്റെ, യുവമക്കളുടെയൊക്കെ തകർച്ചയ്ക്കും വഴിതെറ്റിപ്പോയതിൻ്റെയും പിന്നിലുള്ള കാരണം ഈ കരുണയെ വിലമതിക്കാതെ പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുമാകട്ടെ അവസ്ഥ, ഇനിയെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ, വിശുദ്ധ ദൈവമാത പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അരികിലേക്ക് തിരിച്ചു വാ. സ്നാപയോഹന വിളിച്ച് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ രാജ്യം, ദൈവം നൽകുന്ന സന്തോഷം സ്വന്തമാക്കി എടുക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് മക്കളെ മാനസാന്തരപ്പെട്. പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഈശോ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടണം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 3-4 അധ്യായത്തിൽ ആ മുടന്തനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവർ വന്ന് പത്രോസ് ചോദിക്കും, ഞങ്ങളെന്താ ചെയ്യണ്ടേ? പത്രോസ്ലീഹ പറഞ്ഞു, അനുതപിക്കേ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവാണ് ഏകരക്ഷകൻ, അവൻ്റെ നാമത്തിലാണ് ഈ മുടന്ത സൗഖ്യം പ്രാപിച്ചത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അനുതപിച്ച് യേശുവിലേക്ക് തിരി. അവൻ്റെ നാമത്തിൽ ശക്തി, അവൻ്റെ നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്നു. അവൻ്റെ നാമത്തിന് ശക്തിയാണ് രക്ഷ, അവൻ്റെ പ്രവൃത്തിയാണ്, അവൻ്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതം. അവനിങ്കലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, ഈ കരുണയിലേക്ക് തിരിയാനുള്ള വിളി അച്ഛൻ പറയും എന്നത്തേക്കാളും ഏറെ ഇന്ന് ശക്തമാണ്, പ്രബലമാണ്. ഈ 2021 വലിയ ആഴ്ചയും ഈ കരുണയുടെ തിരുനാളും ഒക്കെ ആഘോഷിക്കുമ്പോൾ എന്തുമാത്രം ആവശ്യമുണ്ടെന്നറിയോ? ഈ ദൈവകരുണയിലേക്ക് മനുഷ്യ മക്കൾ തിരിച്ചു വരേണ്ടത്. ദൈവകരുണ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മെ മോചിപ്പിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, എല്ലാ രോഗങ്ങളും മാറ്റി, എല്ലാ തടസ്സങ്ങളും നീക്കി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണക്കടൽ ഇതാ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട് കിടക്കുന്നു, നിറയപ്പെട്ട് കിടക്കുന്നു. പക്ഷേ മനുഷ്യന് ഈ ദൈവകരുണ വേണ്ടാത്തതുപോലെയാണ്. ഞാൻ ഓർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പല മക്കൾക്കും ഈ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കാതെ പോയ അടിമത്വം, പൈശാചിക ബന്ധനം, ഞാൻ പറയും പിശാച് കണ്ണു മൂടി വച്ചിരിക്കുന്ന ഗതികേട് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കരുണ സ്വന്തമാക്കിയെടുക്കണം. എൻ്റെ മനസ്സിലേക്ക് വരിക, നമുക്കറിയാം ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് മക്കളെ നമ്മുടെയൊക്കെ ജീവിതം. മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ബലിയുടെ യോഗ്യതയാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയാക്കി മാറ്റി, ജീവൻ നിറച്ചു നൽകി. എന്നിട്ട് തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസസ്ഥലങ്ങളായിട്ട് നമ്മൾ മാറി. പ്രിയപ്പെട്ടവർ, ഈ കാരുണ്യത്തേക്കൊന്ന് ഓർക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ മാത്രമല്ല കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന മക്കളോട് ഞാൻ പറയും, മക്കളെ, നമ്മിലുള്ള ദൈവത്തിൻ്റെ കാരുണ്യം ഓർക്കാറുണ്ടോ? അനുസ്മരിക്കാറുണ്ടോ? വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ആ സാന്നിധ്യത്തെ നീ ഓർക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് ചോദിച്ചു, അവൻ ആകെപ്പാടെ തകർന്ന് ഡിപ്രഷനായിട്ട്, ഉറക്കമില്ല, വെപ്രാളം, ആകെപ്പാടെ വിഭ്രാന്തി, ശരിക്കും ഒരു മാനസിക രോഗത്തിൻ്റെ വക്കിലാണ് ആ പയ്യൻ. അവൻ്റെ ആൻറ്റി കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പോൾ ഇതിനോട് ഞാൻ ചോദിച്ചു, മോനെ, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അപ്പോൾ അവൻ ചോദിച്ചു, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ?
പറഞ്ഞു അങ്ങനെയല്ലേ പഠിപ്പിക്കണേ, ഞാനോട് അങ്ങനെയല്ലേ പഠിപ്പിക്കണേ. അല്ല, ഞാൻ ചോദിക്കണം, മോനെ നിനക്ക് വ്യക്തിപരമായിട്ട് അറിയോ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം? നീ ആ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കിയേ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അതാണ് വചനം പറഞ്ഞത്, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. എന്താ കാരുണ്യം? ഈ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പല മക്കൾക്കും ഒരു ബന്ധം. ഈ കാരുണ്യം സ്വന്തമാക്കുന്നതൊക്കെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടി കരുണക്കടൽ ഒഴുക്കപ്പെട്ട് കിടക്കുന്നു, നിറയപ്പെട്ട് കിടക്കുന്നു. എല്ലാ കരുണയുടെ വാതിലുകളും തുറക്കപ്പെട്ട് കിടക്കുന്നു. എല്ലാ ഉത്ഭവിക്കുന്ന വലിയ പ്രവാഹം പോലെ കരുണയുടെ ഉറവിടം ഇത് നമുക്ക് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് നമ്മുടെ അരികിൽ ഉണ്ടായിട്ടും നമ്മിൽ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാനോ അതിൽ വളരാനോ പറ്റാത്ത ഒരു വലിയ അവസ്ഥ നമുക്കുണ്ട്. ഞാൻ പറയും, ഈ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവേ അങ്ങൻ്റെ ഉള്ളിലുണ്ട്, അങ്ങനെ നയിക്കണം, അങ്ങനെ നിയന്ത്രിക്കണം, അങ്ങനെ ശക്തിപ്പെടുത്തണം, വരദാന ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് ശക്തിപ്പെടുത്തി നമ്മെ നയിക്കും. പക്ഷേ ബന്ധം, ഈ ദൈവത്തിൻ്റെ കരുണ എന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് സ്വന്തമാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഒരു ബന്ധം എപ്പോഴുണ്ടാവുന്നേ? ഒരാളോട് എങ്ങനെ ബന്ധം ഉണ്ടാവുന്നേ? നമ്മൾ അവനോട് സംസാരിക്കുന്നു, ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുന്നു, ഇടയ്ക്ക് അവനുമായിട്ട് കണ്ടുമുട്ടുന്നു, അങ്ങനെ ബന്ധം വളരുന്നേ. ഇതുപോലെ ദൈവകാരുണ്യത്തോടുള്ള ആ ഒരു ബന്ധം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിനോട് ഞാൻ ഓർക്കുക, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒത്തിരി കരയിപ്പിച്ച വചനമുണ്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള വചനമാണ്. അതായത് അവിടെ ദൈവത്തിന് ആത്മാവ് പറയണം, നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുമ്പോൾ, അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അപ്പം നീ പാപം ചെയ്യുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ അതെൻ്റെ അഹങ്കാരമാണ്. എനിക്ക് ദൈവം വേണ്ട, വചനം വേണ്ട, കൽപ്പന വേണ്ട, എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. അഹങ്കാരമാണ്. ഒരഹങ്കാരിക്ക് വചനം ലംഘിക്കാൻ പറ്റും, മദ്യപിക്കും, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. ആരോഗ്യം ദൈവത്തിന് ദാനമാ, വെള്ളം കുടിക്കാൻ ശക്തി ദൈവം തന്നതാ. അതിനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടും നിന്നെ നശിപ്പിക്കുന്ന, ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന്, കഞ്ചാവ്, മദ്യം, ജഡിക പാപം, അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞാനും നീയും അഹങ്കാരം. വചനം പറയാണ്, നിന്റെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും. ഒരു കാര്യം നമുക്കറിയാലോ മക്കളെ, നമ്മിൽ വന്ന് ആവസിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ മരിക്കണ വരെ നമ്മെ വിട്ടുപേക്ഷിച്ച് പുറത്തു പോകാൻ പറ്റത്തില്ല. അവൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ കാരുണ്യത്തിൻ്റെ ദൈവിക ശക്തി എന്നിൽ എന്നും ഉണ്ട്, വിട്ടുപോകാൻ പറ്റാത്ത വിധം. അതുപോലെ എന്നിൽ വാസമുറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ അവസ്ഥയിൽ എൻ്റെ ഉള്ളിലിരുന്ന് നിൻ്റെ ഉള്ളിലിരുന്ന് കരയും. വീണ്ടും പറയാണ്, തൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. ഇത്രമാത്രം കാരുണ്യത്തിൽ, ഇത്രമാത്രം സ്നേഹത്തിൽ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ആത്മാവിനെ ഗവനിക്കാതെ ആത്മാവിനെതിരെ പാപം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഉള്ളുരുകി കരയുന്നുണ്ട്. നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ട മക്കളെ, ദൈവകാരുണ്യത്തെ നമ്മൾ വിലമതിക്കുന്നില്ല. ഈശോയുടെ വലിയ വേദനയാണത്. ഞാൻ ഇതുപോലെ മരിച്ചിട്ട്, ഇതുപോലെ രക്തം ചിന്തിയിട്ട്, ഇതുപോലെ എന്നെ തന്നെ കൊടുത്തിട്ട്, ഇതുപോലെ ജീവന്റെ സാന്നിധ്യമായി മാറിയിട്ട് എൻ്റെ മക്കൾക്കെന്നെ വേണ്ട, എൻ്റെ മക്കൾക്കെന്നെ വേണ്ട. 1673 നമുക്കറിയാം, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് തിരുഹൃദയ ഭക്തി. ഈ തിരുഹൃദയത്തിൻ്റെ ഭക്തിയും ദൈവകരുണയുടെ ഭക്തിയും വലിയ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. തിരുഹൃദയം, ഈശോ തൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്തിട്ട് ഈ മാർഗ്രറ്റ് അലക്കോക്കിനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹാഗ്നി ജ്വാലയാൽ ജ്വലിക്കുന്ന ദിവ്യകാരുണ്യ ഹൃദയം, കുത്തി തുറക്കപ്പെട്ട ദിവ്യകാരുണ്യ ഹൃദയം, മുൾമുടിയാൽ ചുറ്റപ്പെട്ട ദിവ്യകാരുണ്യ ഹൃദയം
മനുഷ്യ മക്കളെ പ്രതി തുറക്കപ്പെട്ട ഹൃദയം, ആ സ്നേഹം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും വേണ്ട ആ സ്നേഹത്തെ. ആർക്ക് വേണം? ആർക്കും വേണ്ട. ആ വേദനയോടെ ഈശോ ഈ മകളോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നുമോളെ, അന്ത്യത്താഴ വേളയിൽ യോഹന്നാൻ ഇരുന്ന സ്ഥലത്ത് നിനക്ക് ഇരിക്കാൻ സാധിക്കുമോ? കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ആ ഹൃദയത്തിൻ്റെ ചൂടേറ്റ് ആ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേർന്ന് ആ ഹൃദയത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ ഇന്ന് പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിലും ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഈ കുറേ നാളുകളായിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ വായിച്ചു വിടുന്ന പുസ്തകമല്ല, ധ്യാനാത്മകമായിട്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട പുസ്തകമാണ്. ഇൻ സിനു ജേസു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം പലരെങ്കിലും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വശസിൽ, അതാണ് എൻ്റെ അർത്ഥം. ഇൻ സിനു, യേശുവിൻ്റെ വശസിൽ യോഹന്നാൻ്റെ ഒരു സാന്നിധ്യവും യോഹന്നാന് ദൈവം നൽകുന്ന വലിയ കാരുണ്യത്തിന് നിറവും ഇതെല്ലാം ചേർത്ത് വച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഒരു ബെനഡിക്റ്റൻ പുരോഹിതനോട് ദിവ്യകാരുണ്യ ഈശോ നേരിട്ട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് എഴുതി വെച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ ഈശോ പറയാ, ഞാൻ ദിവ്യകാരുണ്യത്തിൽ, സക്രാരിയിൽ, ദേവാലയത്തിൽ എൻ്റെ മക്കളോട് കൂടെ ആയിരിക്കുവാൻ, എൻ്റെ മക്കളെ ജീവൻ നൽകി അനുഗ്രഹിക്കുവാൻ, എൻ്റെ മക്കളെ സുഖപ്പെടുത്തുവാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടത് നൽകുവാൻ ഞാൻ കരുണയുടെ കടലായിട്ട് മാറി ഞാൻ വസിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെ ഇരിക്കാനോ എൻ്റെ സൗഹൃദത്തിലായിരിക്കാനോ യോഹന്നാനെ പോലെ എൻ്റെ ചങ്കോട് ചേർന്നിരിക്കാനോ സമയമില്ല, മനസ്സില്ല. പ്രത്യേകിച്ച് അവിടെ പുരോഹിതരെ കുറിച്ച് പറയാം, എൻ്റെ സൗഹൃദത്തിൽ ജീവിക്കാനാ ഞാൻ അവരെ വിളിച്ചത്, എൻ്റെ കൂടെ ഇരിക്കാനാ ഞാൻ അവരെ വിളിച്ചത്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ കരുണ തിരസ്കരിക്കപ്പെട്ട് കിടക്കുക, എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെട്ട് കിടക്കുക. ഈശോ പറയാണ്, എൻ്റെ പൊന്നുമോളെ, തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന സ്നേഹത്തെ, തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന കരുണയെ നിനക്ക് സ്വന്തമാക്കിയെടുക്കാൻ പറ്റുമോ? ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ നിലവിളി, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഈശോ നിന്നോടും എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കരുണ സ്വീകരിക്കപ്പെടാതെ കിടക്കുന്നു. നമ്മൾ കണ്ടു, കരുണക്കടൽ ഇതാ തുറന്നു കിടക്കുന്നു. പക്ഷെ ആ കരുണക്കടൽ സ്വീകരിക്കാതെ, ആ കരുണ സ്വീകരിക്കാതെ ലോകത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ പിന്നാലെ, സമ്പത്തിൻ്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ ഈ കരുണ വിട്ട് ഓടിപ്പോകുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്നോടും എന്നോട് ചോദിക്കുക, ആ വേണ്ടാതെ കിടക്കുന്ന, തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ആ കരുണയെ, ആ സ്നേഹത്തെ സ്വന്തമാക്കി സ്വീകരിക്കുവാൻ നിനക്ക് പറ്റുമോ? ആർ യു റെഡി? നീ ഒരുക്കമാണോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണക്കട ഈശോ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ? ഈശോ ആഗ്രഹിക്കുകയാണ്, ആ കരുണ ഞാൻ സ്വീകരിച്ച്, ആ കരുണ എന്നിൽ നിറച്ച് സ്വീകരിച്ച്, ആ കരുണ എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുക്കത്തക്ക വിധം സ്വീകരിച്ച് അനേകരിലേക്ക് ആ കരുണ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കരുണയുടെ പ്രവാചകിയായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായ ഈശോ വിളിച്ച് ആ കരുണ അവളിൽ നിറച്ചു. അവളിലൂടെ ആ കരുണ അവളിൽ കവിഞ്ഞു, അവളിൽ നിന്നൊഴുകി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഒഴുക്കിക്കൊണ്ട് ഈശോ പറയാ, ഈ കരുണയുടെ പ്രഘോഷകനാകുവാൻ, ഈ കരുണയുടെ ഉറവകളായിട്ട് മാറുവാൻ, ഈ കരുണയുടെ കൈവഴികളായിട്ട് തീരുവാൻ നിനക്ക് സാധിക്കും. നീ ഒരു കുടുംബനാഥനായിരിക്കാം, നീ ഒരു മോനായിരിക്കാം, മോളായിരിക്കാം, അമ്മയായിരിക്കാം, മരുമകളായിരിക്കാം, അച്ഛനായിരിക്കാം, കന്യാസ്ത്രീയായിരിക്കാം, ആരുമാകട്ടെ, ബിസിനസ്സോ എന്തുമാകട്ടെ, നിന്നോട് ഇന്ന് ഈ കരുണക്കടലിൻ്റെ സ്വർഗീയമായ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഈ കരുണയുടെ തിരുനാളിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുക, എൻ്റെ കരുണ നിന്നിലൂടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുക്കുന്ന ഒരു ഉറവയായിട്ട് മാറാൻ നിനക്ക് പറ്റുമോ? എന്നോട് ചോദിക്കുക, നിനക്ക് പറ്റുമോ ബോസ്കോ? ഐ ആം റെഡി കർത്താവേ. ഈ വൈദികരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ, സന്യാസികളെ കുറിച്ചും ഈശോ നൊവേന ഒരു ദിവസം അവരെ കരുണക്കടലിൽ മുക്കിയെടുക്കാൻ പറയുന്നുണ്ട്. ഈശോ അവിടെ പറയുന്നുണ്ട്, അവർ എൻ്റെ കരുണയുടെ കൈവഴികളാണ്. ലോകത്തിലേക്ക്, അനേക മക്കളിലേക്ക് എൻ്റെ കരുണ കൈവഴി. എന്താണ് കൈവഴി?
വലിയ കെട്ടിക്കിടക്കുന്ന ഒരു കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ ജലാശയത്തിൽ നിന്ന് കൈവഴികളിലൂടെ, കനാലുകളിലൂടെ ജലം ഒത്തിരി ഇടങ്ങളിലേക്ക് പോകുന്നത് കനാലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. കൈവഴി ഇതുപോലെ നിലയില്ലാത്ത കരുണക്കടലിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ആ കരുണ സ്വന്തമാക്കി, ആ കരുണ നിറച്ചെടുത്ത് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിത പങ്കാളിയിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നിന്റെ അമ്മയിലേക്ക്, നിന്റെ മരുമകളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുക്കാൻ നിനക്ക് പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണ്. തമ്പുരാൻ എന്നും ചോദിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കരുണ സ്വന്തമാക്കിയെടുക്കാൻ നമ്മൾ നമ്മുടെ പാപങ്ങളെ വിട്ടുപേക്ഷിക്കണം. പോരാ, ദൈവത്തോട് അതുപോലെ ചേർന്നിരിക്കണം. നമുക്കൊക്കെ പറ്റിയത്, എല്ലാവർക്കും, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും പറ്റിയത് ഈ കാരുണ്യത്തോട് ചേർന്നിരിക്കാൻ സമയമില്ല. മറ്റ് പലതിൻ്റെ പിന്നാലെ ഓടിപ്പാഞ്ഞു നടക്കുമ്പോൾ ഈ കരുണ മതി രക്ഷപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തണ്ട, വലിയ വലിയ ആതുരാലയങ്ങൾ നടത്തണ്ട. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയുടെ കൈവഴികളായിട്ട് നീ മാറിയാൽ, പ്രിയപ്പെട്ട മക്കളെ, ആ കരുണയിൽ എല്ലാം സംഭവിക്കും. രോഗങ്ങൾ മാറും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. ഈ കരുണ ഒഴുക്കേണ്ട കൈവഴികളായ പലരും കരുണയുടെ ഒഴുക്ക് തടഞ്ഞു വച്ചിരിക്കുമ്പോൾ, അതാരുമാകട്ടെ, കരുണയുടെ ഒഴുക്ക് തടഞ്ഞു വച്ചിരിക്കുമ്പോൾ എങ്ങനെ സഭ അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ ലോകം അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ ഈ ഭൂമി അനുഗ്രഹിക്കപ്പെടും? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ നിലവിളി കുരിശിൽ കിടന്നുകൊണ്ട്, മക്കളെ എനിക്ക് ദാഹിക്കുന്നു, ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിലവിളി, ഈ കരുണ കൊണ്ട് നിറയ്ക്കാൻ, ഈ കരുണ ഒഴുക്കാൻ ആരുണ്ട്? അതിന് നമുക്ക് ഈ ബന്ധം വേണം. ഞാൻ ഓർക്കുക, പലപ്പോഴും നമ്മളൊക്കെ നോക്കിക്കേ, നമ്മുടെ പ്രായോഗികമായിട്ട് നോക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈശോയുടെ വലിയൊരു വേദന എന്തെന്നറിയോ? ഇത് മേരി മാർഗ്രറ്റ് അലക്കോക്കിനോടും ഒത്തിരി വിശുദ്ധോട് ഈശോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? എൻ്റെ കാരുണ്യം അനുഭവിക്കുന്നില്ല. ഒരു വസ്തു കണ്ടു, ഒരു വസ്തു പോലെ എന്നെ സ്വീകരിക്കുന്നു. ഞാനൊരു വ്യക്തിയാ. എത്ര മക്കള്, ഞാൻ ചോദിക്കുക, എത്ര മക്കള് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നേക്ക, ആ കരങ്ങളെടുത്ത് ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ കെട്ടിപ്പിടിച്ച് ആ കാരുണ്യ കടൽ സ്വന്തമാക്കിയ എത്ര പേരുണ്ട്? ഇന്ന് പല മക്കൾക്കും ഒരു ചടങ്ങ് പോലെ, ഈശോ പറഞ്ഞ പോലെ, ഒരു ബിസ്ക്കറ്റ് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കും. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മക്കള്. കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്റേഴ്സിനെ ധ്യാനത്തിനിടയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഒന്ന് ഓർത്തേക്ക്, അനുഭവമില്ലാത്ത മക്കള്. ആ സമയം അങ്ങനെ ശരിക്കും ആ സമയത്തെന്ന് പറഞ്ഞാൽ ഈശോ വന്നേക്കാം, ഈശോയെ കെട്ടിപ്പിടിച്ച എൻ്റെ ഈശോയെ, ഞാനും എൻ്റെ ഈശോയും ഒന്നായി തീർന്ന എനിക്ക് സമയം. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി എനിക്ക് തോന്നും. എനിക്ക് സങ്കടം തോന്നി. ദിവ്യകാരുണ്യ ബന്ധമില്ലാത്ത ഒരു സമർപ്പിത. ഇന്ന് ഈ ഒരു മേഖല, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒറ്റപ്പെട്ട സംഭവമല്ല. ബലിയർപ്പിക്കുമ്പോൾ, കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, ആ ഒരു ബന്ധം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു ചടങ്ങ് പോലെ, ആചാരം പോലെ, അനുഷ്ഠാനം പോലെ ഈ ദിവ്യകാരുണ്യത്തെ പരിക്രമം ചെയ്യുമ്പോൾ കർത്താവ് കരയുക. ഇന്ന് ഈശോ ഒത്തിരി നിലവിളിക്കുന്നുണ്ട്, മക്കളെ, എൻ്റെ കരുണ ഒഴുക്കേണ്ട, എൻ്റെ കരുണ സ്വന്തമാക്കിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കേണ്ട മക്കള് എന്നെ അവഗണിച്ച്, എന്നെ വിലമതിക്കാതെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ തമ്പുരാൻ്റെ ചങ്ക് പെടയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ കാരുണ്യത്തിൻ്റെ മഹാക്കടൽ തുറന്നു കിടക്കുന്നു. ഇനി നിൻ്റെയും എൻ്റെയും ഉത്തരവാദിത്വമാണ്. ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നോട് ഞാൻ പറയണം, നിന്നോട് നീ പറയണം. എന്നിട്ട് ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈശോ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ അവസ്ഥകളിലേക്ക്, നമ്മുടെ രോഗപീഠകളിലേക്ക് എല്ലാം ഒഴുകിയെത്തും വിധം ദൈവത്തിൻ്റെ കരുണ
നിലയില്ലാത്ത കടൽ പോലെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് വന്നുപോയ വീഴ്ചകൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ, തിന്മകൾ, അനുസരണക്കേട് അതെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യമായ നമ്മുടെ ശരീരം, അതിനോർത്ത് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം, നന്ദിയുടെ ജീവിതം ജീവിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മകളവിടെ വളരെ വേദനയോടുകൂടി വന്നു. കല്യാണം കഴിഞ്ഞിട്ട് ചുരുക്കം മാസങ്ങളായിട്ടുള്ളൂ, 2-3 മാസങ്ങളായിട്ടുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞു, പിന്നെ മാറി താമസിക്കണം. അപ്പം ഈ മകള് വന്നിങ്ങനെ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ സംഭവിച്ച 1-2 കാര്യങ്ങൾ. വിവാഹത്തിന് മുമ്പ് ഈ കൊച്ച് ഇവൻ്റെ കൂടെ ഇവൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു 3-4 ദിവസം. അതിനു മുമ്പ് ആ സമയത്ത് തന്നെ പലവട്ടം ഈ മക്കള് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇപ്പോൾ അവൻ ചതിച്ചു, അവൻ എല്ലാവരും പറഞ്ഞു. അതിനുശേഷം ഈ കൊച്ചനെ കെട്ടി. കല്യാണം കഴിക്കാൻ പോണ കൊച്ചല്ലെന്നോർത്ത് ഈ കൊച്ച അങ്ങനെയൊക്കെ ചെയ്തു, പാവും. പക്ഷേ ഇന്ന് ആ അവസ്ഥയിൽ വേർതിരിഞ്ഞ്, പിന്നെ ഇവൻ്റെ അമ്മയ്ക്കറിയാം, ഇവൻ്റെ അമ്മ ഒരു അഴിഞ്ഞാട്ടക്കാരി, തോന്നിവാസം ജീവിച്ചവള്, എൻ്റെ മോനെ കെട്ടി വന്നേക്കാം, അത് തീർച്ചയായിട്ടും പറയും. അങ്ങനെ ഈ മകള് ആകപ്പാടെ തകർന്ന് ആത്മഹത്യയുടെ വക്കില് കടന്നു വന്നപ്പോൾ ഈ കുഞ്ഞു പറയാ, എന്നെ ചതിച്ചു. സത്യം പറഞ്ഞ ആരെയാ ചതിച്ച മക്കളെ? ആരെയാ ചതിച്ചേ? ആദ്യം തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ ചതിച്ചു, നിന്റെ ദൈവത്തെ നീ ചതിച്ചു. ദൈവത്തിൻ്റെ ആലയത്തെ വിലമതിക്കാതെ, ദൈവം തന്ന കാരുണ്യത്തെ വിലമതിക്കാതെ, കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വിലമതിക്കാതെ തന്നിഷ്ടം പോലെ ജഡികാസക്തിക്ക് വേണ്ടി ജീവിച്ചു. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന് 22-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ നീ ആശ്രയിക്കരുത്, അവനൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. മനുഷ്യനെ വിശ്വസിക്കരുത്, അവൻ ഒരിക്കലും വിശ്വസ്തനായി ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ ഓർക്കാ, മകൻ സ്വന്തം ഭാര്യയാകേണ്ട മകളെ ഇതുപോലെ കൊണ്ടുവന്ന് പാപത്തിന് ഉപയോഗിച്ചപ്പോൾ അവൻ ആ കുഞ്ഞിന് കൊടുത്ത വിലയെന്താ? പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ച വിളി, ദൈവം തന്ന ജീവിതം, അതിനൊരു അടിസ്ഥാനമുണ്ട്. ദൈവം വിളിച്ച വിളി, വിവാഹ ജീവിതം, അതിന് പരിശുദ്ധിയുണ്ട്. ഇന്ന് അതൊന്നുമില്ലാതെ കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജഡത്തിനും ജഡിക സുഖത്തിനും പ്രാധാന്യം കൊടുത്ത് അനേക മക്കള് ദൈവത്തെ ചതിച്ചു. മാത്രമല്ല, ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ ചതിച്ചു, വേറെ ആരുമല്ല, നീ നിന്നെ തന്നെ ചതിച്ചു കുഞ്ഞ്. അതുകൊണ്ട് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി ഇനി ഇവിടെ ഒരു അവസ്ഥ ഉള്ളത്, ഇവിടെയും ഈ അവസ്ഥയിലും ദൈവത്തിൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെ നിത്യതയോളം, ഈശോ പറഞ്ഞില്ലേ, നിത്യതയോളം ഈ കരുണ ഇങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആരെയും കുറ്റം വിധിക്കണ്ട, നിന്നെ സൂക്ഷിക്കണം, നിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഈ ലോകത്തിൽ ഇന്ന് എന്നെ സേവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എന്നെ സൂക്ഷിക്കണം. എങ്ങനെ? ഈ കരുണയോട് ചേർത്ത് പിടിച്ച്, കാരുണ്യവാനായ കർത്താവിനോട് ചേർന്നിരുന്ന്, എൻ്റെ ഈശോയുടെ സൗഹൃദത്തിൽ, എൻ്റെ ഈശോയുടെ ചങ്കിൻ്റെ ചൂടറിഞ്ഞ്, എൻ്റെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഞാൻ ജീവിച്ചില്ലെങ്കിൽ ഞാൻ നശിക്കും, അച്ഛൻ നശിക്കും മക്കളെ. ഇതുപോലെയാണ് ഓരോ മക്കളും. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ പിശാചിങ്ങനെ 1 പത്രോസ് 5:8 പറയുന്ന പോലെ ആലർന്ന സിംഹത്തെ പോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കരുണയുടെ സംരക്ഷണത്തിൽ കാരുണ്യവാനായ കർത്താവിനോട് ചേർന്നിരുന്ന്, അതിനുവേണ്ടി ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ദേവാലയത്തിലുണ്ട്. ദിവ്യ കാരുണ്യത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായൊരു സംഭവം എനിക്ക് വളരെയേറെ വേദന തോന്നി. ഇന്ന് ഒത്തിരിയേറെ പേര് അച്ഛനെ കാണണം കാണണം കാണണം. ഞാൻ ഓർക്കണ്, ഈ അച്ഛനെ കണ്ടിട്ട് എന്താ കാര്യം? ഈശോയെ കാണണം. ഇന്ന് അവർ വന്നു, കുഞ്ഞിന് പഠിക്കാനൊരു വിഷമം. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ, യോഹന്നാൻ 14:26, ഞാൻ അയക്കുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പരീക്ഷ എഴുതുന്ന മക്കൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യമായ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മക്കളെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഭയങ്കര പവർ മക്കളെ. നമ്മൾ ആരെന്ന് വിചാരിച്ചേ ഒരു പേടി പേടിക്കണ്ട. പക്ഷേ ഈ കാരുണ്യവുമായിട്ട് ബന്ധം വേണം. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സഹായകൻ, എന്നെ പ്രസംഗിക്കാൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ, എനിക്ക് പഠിക്കാൻ, എനിക്ക് വളരാൻ, എന്നെ നയിക്കാൻ എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും.
മാത്രമല്ല അനുസ്മരിപ്പിക്കും. പരിശുദ്ധാത്മാവ്, ഒന്നും പേടിക്കണ്ട. ഈ പരിശുദ്ധാത്മാവിനാൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ചാൽ മതി, ജീവിക്കണം. അതിന് വീണ്ടും അച്ഛൻ പറയും, ബന്ധം വേണം, ബന്ധം. നിരന്തര സമ്പർക്കത്തിലൂടെ ബന്ധപ്പെടണം. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ നിത്യാരാധന ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിത്യാരാധന പോയിട്ട് എല്ലാ കാര്യങ്ങളും ഈശോയോട് പറ. അവരെന്നെ കാണാൻ വേണ്ടി അവർ വന്നപ്പോൾ വേറൊരു ഫാമിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് എന്നെ കാണാൻ വേണ്ടി പുറത്ത് കാത്തുനിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആരാധനയെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആരാധനയെ പോയ ടീം ചാടി പുറത്തിറങ്ങി. വലിയ അരുളിക്കയിൽ, വലിയ പ്രകാശപൂർണമായിട്ട് മനോഹരമായ നിത്യാരാധന ചാപ്പലിൽ ഈശോയുടെ സജീവ സാന്നിധ്യം നിറയപ്പെട്ടിരിക്കുന്ന ആ സാന്നിധ്യത്തിൽ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന മക്കള്. എന്താ പറ്റിയ മക്കളെ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ ദിവ്യ കാരുണ്യനാഥൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ച് ആ കരുണയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, ഒരു മകനാണെങ്കിൽ, ഒരു മകളാണെങ്കിൽ, കൊച്ചിൻ്റെ അമ്മയുണ്ട്, അങ്കിളുണ്ട്, അനിയനുണ്ട്, ഇത്രയും പേരുണ്ട്. ആ മക്കൾ അങ്ങനെയുള്ള മക്കളാണെങ്കിൽ സത്യമായിട്ടും ആ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഈശോയോട് പറയും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോ ഉണ്ടല്ലോ, ദിവ്യകാരുണ്യനാഥനുണ്ടല്ലോ, നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവൽ. നമുക്കറിയാം, അറിവിൻ്റെ പ്രശ്നമൊന്നുമില്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതിൻ്റെ പ്രശ്നമേ ഇന്ന് ക്രിസ്ത്യാനിക്കുള്ളൂ. അറിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം അറിയാം. വിശുദ്ധ കുർബാന യേശുവിൻ്റെ സാന്നിധ്യമാണ്, അറിയാം. പക്ഷേ ആ സാന്നിധ്യം എൻ്റെ സ്വന്തമാക്കി മാറ്റിയിട്ടുണ്ടോ? അതാണ് പലപ്പോഴും ഇല്ലാതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യത്തെ അറിഞ്ഞ് ആ സ്നേഹത്തിൽ ലയിച്ച് ആ സ്നേഹത്തിൽ ഒന്നായിത്തീരുമ്പോൾ അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, നമുക്കറിയാം, മോശയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ സ്വർണ്ണക്കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ദൈവത്തിനോ എതിരെ ചെയ്ത് പാപം ചെയ്ത ആ ജനത്തിനു വേണ്ടി മോശ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അവിടെ 33-ാം അധ്യായം മനോഹരമായൊരു അധ്യായമാണ്. അവിടെ നാം കാണുന്നുണ്ട് എന്തെന്നറിയോ, ഒരു വ്യക്തിബന്ധം, ദൈവത്തോടുള്ള വ്യക്തി. അവിടെ മോശ ഇങ്ങനെ വായിക്കുന്നത്, അതായത് അവർ പാളയമടിക്കുമ്പോൾ കൂടാരം കെട്ടി പാളയമടിക്കും. ഇസ്രായേൽ ജനം യാത്രയിലാണ് കാനാൻ നാട്ടിലേക്ക്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പാളയമടിക്കുമ്പോൾ മോശ ചെയ്തൊരു കാര്യമുണ്ട്. പാളയത്തിന് വെളിയിൽ കുറേ ദൂരെയായിട്ട് അവൻ ഒരു കൂടാരം പണിയുക പതിവായിരുന്നു. അവൻ്റെ പതിവാണ്. അവിടെ എന്താ പറയുന്നറിയോ, ദൈവത്തോട് ആലോചന ചോദിക്കാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അവൻ ആ കൂടാരത്തിൽ പോകും. അവൻ ആ കൂടാരത്തിനൊരു പേരിട്ടിരുന്നു. എന്തെന്നറിയോ, സമാഗമ കൂടാരം. എന്താണ് സമാഗമ കൂടാരം? എന്താണ് സമാഗമിക്കുക, ദൈവവുമായിട്ട് സമാഗമിക്കുന്ന സ്ഥലം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ, നിന്റെ ദാമ്പത്യത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ പഠനത്തിൽ നിനക്ക് വേണം ദൈവവുമായിട്ട് സമാഗമിക്കുന്ന ഒരു സ്ഥലം. അത് നിന്റെ പ്രാർത്ഥനാ മുറിയാകാം, നിത്യാരാധന ചാപ്പനാകാം, നിന്റെ ഇടവക ദേവാലയമാകാം, അതുമല്ലെങ്കിൽ നിന്റെ മുറിയിൽ തന്നെ ഈശോയുടെ രൂപവും ക്രൂശിത രൂപവും പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഒക്കെ നിറയപ്പെട്ടിരിക്കുന്ന ഒരിടമാക്കാം. അത് നീ തീരുമാനിക്കാം. ദൈവത്തോട് സമാഗമിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ കാരുണ്യത്തെ സ്വന്തമാക്കുന്ന സ്ഥലം. ഈ മോശ ഈ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കും. ആ സമയത്ത് നമുക്ക് കാണുന്നുണ്ട്, സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഒത്തിരി ആഗ്രഹിക്കും. നിങ്ങളൊന്ന് ഇരുന്ന് കൊടുത്ത് നോക്കിയിട്ട്, അച്ഛൻ ഈ പറയണത് വെറുതെയാണെന്ന് നോക്ക്. ഒന്നിരുന്ന് കുർബാന സ്വീകരിച്ചിട്ട്, നമ്മൾക്കറിയാം നമ്മുടെ കുർബാനയുടെയൊക്കെ ഒരു പ്രത്യേകത, കുർബാന സ്വീകരണം കഴിഞ്ഞാൽ 2 പ്രാർത്ഥന കഴിഞ്ഞാൽ കുർബാന അവസാനിച്ച്, അത് കഴിഞ്ഞാൽ ഒറ്റ പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളി ശൂന്യമാവും. എന്നാൽ ശരിക്കും ഈ ബന്ധമുള്ള മക്കളുണ്ടല്ലോ, ഈശോയെ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് ഈശോയെ കെട്ടിപ്പിടിച്ച് കുർബാന കഴിഞ്ഞാലും പള്ളി വിട്ടു പോകത്തില്ല. അവിടെ ഈ സമാഗമ കൂടാരത്തിൽ മോശയുടെ ഒരു ശിഷ്യനുണ്ട്. ആരാണ്? ജോഷുവ. നമ്മൾ കാണുന്നുണ്ട്, മോശ ദൈവത്തോട് സംസാരിച്ച് കൂടാരം വിട്ടിറങ്ങിപ്പോവും. പക്ഷേ ജോഷുവ പോകില്ല, അവനവിടെ തന്നെ ഇരിക്കും.
ഞാൻ ഓർക്കുക, ജോഷുവായെ ദൈവം ഈ വലിയ ദൗത്യം ഏൽപ്പിച്ചത് എന്തുകൊണ്ടാ? അവൻ മോശയെ കണ്ട് സമാഗമ കൂടാരത്തിൽ മോശ പോയാലും ആ കൂടാരം വിട്ടുപോകാതെ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് മോശയോടെന്ന പോലെ ദൈവം ജോഷുവായോടും സംസാരിച്ചു. അവന് ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ബന്ധം ഈ ദൈവകാരുണ്യത്തോട്, ദൈവകാരുണ്യമാകുന്ന ഈശോയോട് നമുക്ക് വേണം. എന്നീ കാലഘട്ടത്തിന്, സഭയ്ക്ക്, പൗരോഹിത്യത്തിന്, സന്യാസത്തിന്, കുടുംബങ്ങൾക്ക്, യുവമക്കൾക്ക്, ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു കാര്യമാണ് ഈ ബന്ധം. എല്ലാമുണ്ട്. കുർബാനയുണ്ട്, കൂദാശയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്, നിത്യാരാധന ചാപ്പലുണ്ട്, ഇടവക ദേവാലയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തൊന്നുമില്ല. അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട്, ഈശോയുടെ വലിയ വേദന അത്. ആ ഇൻസിനു ജേസു പുസ്തകം വായിച്ചു നോക്കണം. അവിടെ ദിവ്യകാരുണ്യം ഈശോ കരയുക. ഈ വിശുദ്ധ ഫൗസ്റ്റീനായെയും വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കിനെയും ഈശോ വിളിക്കുന്നത് ഒരു സമാനമായ സാഹചര്യത്തിലാണ്. മേരി മാർഗ്രറ്റ് അലക്കോക്കിനെ ദൈവം വിളിക്കുന്നത് ഒരു ബാറിൽ നിന്നാണ്. അവിടെ ആ രീതിയിൽ ബാറിൽ ആയിരിക്കുന്ന സമയത്ത് ഈശോ വന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് തൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്തു. ഇന്ന് ഈശോ ഈ കരുണക്കടലിൽ, ഈ കാരുണ്യത്തിൻ്റെ തിരുനാളിൽ തൻ്റെ കരുണ നോക്കിക്കുക മക്കളെ. ആ കരുണ നിറഞ്ഞ ഹൃദയം കുത്തി തുറന്ന് ഈശോ കരമുയർത്തിക്കൊണ്ട് ആ ചങ്കിൽ നിന്ന് ചോരയും നീരും ഒഴുക്കിയിട്ട്, എൻ്റെ മോനെ, എൻ്റെ കാരുണ്യം നമുക്കും കാണിച്ചു തരിക. എന്നിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ കരുണയിലേക്ക് വാ, എൻ്റെ കാരുണ്യത്തെ നീ സ്നേഹിക്കി, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കി. ഇത് നാം ചെയ്യേണ്ട കാര്യം. വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രവാചക. ആ മകളെ ഈശോ വിളിച്ചത് ഒരു ഡാൻസ് പാർട്ടിയിൽ നിന്ന് വച്ച. ക്രൂശിതനായ കർത്താവ് കൽത്തൂണിൽ കെട്ടപ്പെട്ട്, അടിക്കപ്പെട്ട്, ശരീരം കീറി മുറിക്കപ്പെട്ട്, ഓരോ മുറിവിൽ നിന്നും കരുണ ഒഴുകുന്ന പ്രവാഹമാണെന്ന് ഇന്നലെ ഈശോ പറഞ്ഞു. ആ കരുണ നിറച്ചുകൊണ്ട് ഈശോ പറയാം, മോളെ, എൻ്റെ കാരുണ്യത്തിലേക്ക് നീ തിരിച്ചു വാ. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇനിയും എത്രമാത്രം ഞാൻ പീഡനങ്ങൾ സഹിക്കണം. ഈശോ ആ മകൾ വിളിച്ചിറക്കി. എന്നിട്ട് തൻ്റെ കരുണ നിറച്ച് കരുണയുടെ പ്രവാചികയാക്കി, അഭിഷിക്തിയാക്കി മാറ്റി. വെറും 34 വയസ്സ് ജീവിച്ചുള്ളൂ. ആ കാലഘട്ടത്തിനിടയിൽ ദൈവം ആ മകളെ കരുണ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും ഈ കരുണ കൊണ്ട് നിറയ്ക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ്സ് നൗ യുവർ ടേൺ. എൻ്റെയും നിൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ് ഈ കരുണയിലേക്ക് തിരിയുക. പാപത്തെ വിട്ടുപേക്ഷിക്കുക. കൂദാശകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ഇന്ന് കൂദാശകൾക്കൊന്നും വിലയില്ലല്ലോ. മാമോദിസ ആഘോഷം, ചൈതന്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കൂദാശയ്ക്ക് മുമ്പ് വിവാഹേതര ബന്ധങ്ങൾ. കൂദാശയ്ക്ക് എന്ത് വില? രജിസ്റ്റർ മാരേജ് ചെയ്ത് വിദേശത്തേക്ക് പോകാനും വിസ എടുക്കാനും വേണ്ടി പള്ളി പോലും എന്നല്ല, പള്ളിയിൽ വിവാഹം എന്നുള്ള കൂദാശ പരിക്രമം ചെയ്യാതെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് വിദേശത്ത് പോയി തിരിച്ചു വന്നിട്ട് 10ഉം 15ഉം അച്ഛന്മാരുടെ മധ്യസ്ഥതയിൽ വലിയ കല്യാണം നടത്തും. എനിക്കറിയാം. കൂദാശ, ദൈവത്തെ കളിപ്പിക്കുന്ന ക്രിസ്ത്യാനി എങ്ങനെ രക്ഷപ്പെടുന്ന നിങ്ങൾ ഈ പറയണേ? ഒരു കാര്യമുണ്ട് മക്കളെ, കരുണ സ്വന്തമാക്കുക. ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ കരുണയിലേക്ക് വരാതെ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കരുണയുടെ തിരുനാളിൽ ഈ കാരുണ്യത്തിൻ്റെ കടൽ നമുക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈശോ ചങ്കുപൊട്ടി വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാതെ പോയാൽ എത്ര നാളത്തേക്കുണ്ട് ജീവിതമെന്ന് നമുക്കറിയോ? ഇതാണ് രക്ഷയുടെ സമയം. ഇതാണ് സ്വീകാര്യമായ സമയം. നാളെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഈ സമയം, ഈ ഒരു 2021 ഈ കരുണയുടെ തിരുനാളിൽ ഇത്രമാത്രം അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത കരുണയുടെ ഉറവ തുറന്നുകൊണ്ട് ഈശോ അഗ്രാഹ്യമായ ദൈവ കരുണയുടെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് പാപത്തിൻ്റെ കടങ്ങൾ ഇളവ് ചെയ്ത് പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നാളെ കരുണയുടെ തിരുനാളിൻ്റെ തലേ ദിവസം എല്ലാ മക്കളും ഈ കരുണയ്ക്ക് വേണ്ടി, ഈ കരുണ സ്വന്തമാക്കാൻ വേണ്ടി ഒരുങ്ങുക. വീഴ്ചകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പാപങ്ങൾ ഒത്തിരിയേറെ ചെയ്തിട്ടുണ്ട്. ഞാനും നീയും കോടാനുകോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മെ കൈവിട്ടിട്ടില്ല മക്കളെ.
ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവം കാരുണ്യവാന, മരിച്ച പിന്നെ ദൈവനീതിമാന മറക്കരുതിട്ടാ. ഞാനിങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്, കാരുണ്യമൂറുന്ന നിൻ മുഖം കണ്ടു, കർത്താവിൻ കാരുണ്യം ഓർക്കുന്നു ഞാൻ, ആ കണ്ണിൽ നോക്കുവാൻ ധൈര്യമെന്നില്ല, ആ നോട്ടം എന്നെ പിന്തുടർന്നിടുന്നു. വീണ്ടും ഒരു അനുവല് പഠന, തള്ളിപ്പറഞ്ഞ പത്രോസിനെ നീ നോക്കിയ നോട്ടം ഞാൻ ഓർത്തിടുന്നു, ആ കണ്ണാലെ നീച പാപിയെയും കാരുണ്യമോടെ നീ നോക്കുന്നേരം പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുചൊല്ലിയിടാം, പശ്ചാത്താപത്താൽ ഞാൻ കണ്ണുനീരോടെ തിരിച്ചു വരാം. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ പിന്തുടരാതെ പത്രോസിനെ നോക്കിയ നോട്ടം ഓർക്കണം. അവന് ചങ്കിൽ പശ്ചാത്താപത്തിൻ്റെ കനൽ കൂട്ടിയ നോട്ടം. നിങ്ങളെ ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കുക മക്കളെ. വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ഇന്ന് നമ്മൾ ആരാധനയിൽ അങ്ങനെ ഈശോയെന്ന് നോക്കണം. മുഖാഭിമുഖം, മുഖം ഒരു വ്യക്തിബന്ധമാണ്. ദിവ്യകാരുണ്യത്തിലേക്ക് ഈശോയെ നോക്കുമ്പോൾ ഈശോയുടെ മുഖം നിനക്ക് കാണാൻ പറ്റും. ഇന്ന് നോക്കിക്കോ. ഈ ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് അവിടുത്തെ കാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഈ കരുണ സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കും. ഒരു കാര്യം അച്ഛൻ ഉറപ്പ് പറയാം, 100 അല്ല 100% അച്ഛൻ ഉറപ്പ് പറയാം, ഈ കരുണ സ്വന്തമാക്കി എടുക്കേണ്ടതുപോലെ നീയും ഞാനും സ്വന്തമാക്കി എടുത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഈ കാരുണ്യത്തെ നമ്മൾ പ്രഘോഷിക്കണം. പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഘോഷിക്കപ്പെടേണ്ടത് ക്രൂശിതനാണ്. അവൻ്റെ കാരുണ്യ കൊത്തി ഉഴക്കപ്പെട്ട, തുറക്കപ്പെട്ട കുരിശിലെ മരണം, ചങ്ക് കുത്തി തുറന്ന ക്രൂശിതൻ്റെ മരണം. ആ കുരിശ് മരണത്തെ, ക്രൂശിതനെ പ്രഘോഷിക്കണം. ഇന്ന് നമുക്ക് പറ്റി തെറ്റെന്നറിയോ? നമ്മളെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, അടയാളങ്ങൾ, അത് മതി. ക്രൂശിതനെ വേണ്ട, അവൻ്റെ കാരുണ്യം വേണ്ട, അവനെ വേണ്ട, ദിവ്യകാരുണ്യം വേണ്ട, അവൻ്റെ വാസം ഉള്ളിലുണ്ട്, അത് വേണ്ട. രോഗശാന്തിക്ക് വേണ്ടി ഓടി നടക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, നിന്റെ ഉള്ളിലുള്ളവൻ, നിന്റെ കൂടെയുള്ളവൻ, നിന്റെ ഇടവകയിലുള്ളവൻ, നിന്റെ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന കർത്താവ്, ആ കർത്താവിന് മതി. അതാ ഞാൻ പറഞ്ഞ, അച്ഛനെ കാണാൻ വേണ്ടി ഓടി വരും. അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛനെ കാണണം, അച്ഛനോട് സംസാരിക്കും. എന്തിന്? ഇയാളാര്? തമ്പുരാനോട് സംസാരിക്കണം. ആ ഒരു ബന്ധമില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം. അതുകൊണ്ട് ഈ കരുണക്കടലിലേക്ക് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തിരി ഉത്തരവാദിത്വങ്ങളിലൂടെ ദൈവം നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മെ വെല്ലുവിളിക്കല്ല, നമ്മളെ വിളിക്കുന്നു, മക്കളെ തിരിച്ചു വാ, ഞാനുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് കടന്നുവാ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാം, സൗഖ്യം തരാം. പക്ഷേ ഈശോയ്ക്ക് വേണ്ടത് നമ്മളെയാ. ചില സഹനങ്ങളും, ചില വേദനകളും, ചില രോഗങ്ങളും, ചില തകർച്ചകളും ഈശോ നമ്മെ സ്വന്തമാക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം സഹനശക്തിയാണ്. സഹനശക്തി അത് ഏറ്റവും വലിയ കാരുണ്യം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, കാരുണ്യത്തിൻ്റെ വലിയൊരു മുഖമാണ് സഹനശക്തി. അത് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇവിടെയൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്ന കാരുണ്യമായിട്ടുണ്ട്. ഞാൻ ഈ സഹനശക്തി പറയാനുള്ള കാരണം, കുടുംബജീവിതത്തിൽ സഹനം കൂടിയേ തീരൂ, പൗരോഹിത്യത്തിൽ സഹനം കൂടിയേ തീരൂ, ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം സഹനം കൂടിയേ തീരൂ. സഹനമില്ലാത്ത ജീവിതം ഇല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:22, അവസാനം വരെ സഹിച്ചു നിൽക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും വലിയ കാരുണ്യം കൂടെ വസിക്കുന്ന എൻ്റെ കർത്താവ്, മുറിവേറ്റ കർത്താവ്, ദിവ്യകാരുണ്യനാഥൻ കുടുംബജീവിതത്തിലെ, പൗരോഹിത്യത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ എന്നെ ബലപ്പെടുത്തും, ശക്തി തരും. അതിനുള്ള കൃപ കർത്താവ് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയിൽ ഈശോയോട് കൂടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ ആഴത്തിലേക്ക്, നിലയില്ലാത്ത കടലിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ഈ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. വലിയ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ഈശോയുടെ കൂടെ ഈ ആരാധനയിൽ നമുക്കായിരിക്കാം.
ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അതേ കർത്താവേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയേ വരണമേ, വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയേ വരണമേ, എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, എന്റെ കർത്താവേ, എന്റെ ജീവനായ കർത്താവേ, എന്റെ ഈശോയെ വരണമേ, ഈശോയെ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. ഇതാ ദൈവത്തിന്റെ കാരുണ്യം, നിലയില്ലാത്ത കടൽ തൻ്റെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ദിവ്യകാരുണ്യ ഹൃദയം ഇതാ നമുക്ക് വേണ്ടി തുറന്നുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നു. ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞ്. കരുണയിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം, കരുണയിൽ നമ്മെ ഇതുവരെ കാത്തു പരിപാലിച്ച ദൈവം, കരുണയിൽ എല്ലാം നൽകി അനുഗ്രഹിച്ച ദൈവം, ഈ ദിവ്യകാരുണ്യമാകാൻ വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത ഈശോ എത്ര വലിയ പാപം ചെയ്തിട്ടും എത്രമാത്രം അവിശ്വസ്തത കാണിച്ചിട്ടും ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യബുദ്ധിക്കോ അമാനുഷ ബുദ്ധിക്കോ ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ കരുണ കൊണ്ട് പൊതിഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഈശോ, എന്നെ കൈവിടാത്ത എൻ്റെ ഈശോ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ രോഗിയാണോ? നീ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണോ? നിന്റെ കുടുംബം സാമ്പത്തികമായ പ്രതിസന്ധിയിലാണോ? ഏതവസ്ഥയാണേലും ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ ഈശോയ്ക്ക് നിന്നെ വേണം കുഞ്ഞ്, ഈശോയ്ക്ക് നിന്നെ വേണം. അതിനുവേണ്ടി പാപത്തെ വിട്ടുപേക്ഷിക്കണം, അകൃത്യങ്ങളെ വിട്ടുപേക്ഷിക്കണം. മരിച്ച ലാസറിന് ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവ് പറയുന്നുണ്ട്, ആ കല്ലെടുത്ത് മാറ്റ്, കല്ലെടുത്ത് മാറ്റ്. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 7-ാം അധ്യായത്തില് നിഷിദ്ധ വസ്തുക്കൾ എടുത്തു മാറ്റണം. ആ നിഷിദ്ധ വസ്തു നിന്റെ കുടുംബത്തില് ജീവിതത്തില് ഇരിക്കുന്നിടത്തോളം കാലം ദൈവം പറയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവത്തില്ല, കൂടെ ഉണ്ടാകാൻ പറ്റത്തില്ല. ദൈവത്തിന് പാപമുള്ളിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ കല്ലെടുത്ത് മാറ്റിയാൽ, നിഷിദ്ധ വസ്തു എടുത്തു മാറ്റിയാൽ നമ്മെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ സമയം കർത്താവിൻ്റെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് വേണ്ടി ആ കരുണ കടന്നു വരുവാൻ തടസ്സപ്പെടുത്തുന്ന പാപങ്ങളെ, അകൃത്യങ്ങളെ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട്, എൻ്റെ കാരുണ്യവാനായ കർത്താവേ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് ദൈവ കരുണയിലേക്ക്, ഈ ദിവ്യ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞേ, വലിയ ദാഹത്തോടെ
ഈശോയെ നോക്കി, ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈശോയെ കനിവു തോന്നണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കും മക്കളെ. പാപിയാണെങ്കിലും എന്റെ ഈശോ, അലിവ് തോന്നണമേ. എന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുന്നു, കരുണയുള്ള ദൈവമേ, അവിശ്വസ്തതകളെ ഞാൻ ഓർക്കുന്നു. കനിവു തോന്നണമേ. എന്നോട് കരുണ തോന്നണേ കർത്താവേ. പ്രാർത്ഥിക്കും മക്കളെ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. അറിയാതെ ചെയ്തൊരു അതേ കർത്താവേ, അപരാധമൊക്കെയും മറന്നീടണേ. എന്റെ കരുണാമയ, കരുണാമയ, പ്രാർത്ഥിച്ച കുഞ്ഞെ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നീടണേ. എന്റെ കരുണാമയ, കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. ഈശോയേ വരണമേ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയേ കാരുണ്യമായ കർത്താവേ, പാപമോചകനായ കർത്താവേ, പാപിയെ തേടി വന്ന കർത്താവേ, കരുണാമയനായ കർത്താവേ, ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കാരുണ്യത്തിൽ ശരണപ്പെടാനുള്ള ഏറ്റവും അവകാശമെന്ന് പറഞ്ഞ യേശുവേ, അങ്ങ് വരണമേ. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പാപബന്ധനങ്ങളിലേക്ക് വരണമേ യേശുവേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. എന്റെ നാഥ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ഈശോയെ, പാപിയുടെ നാശത്തിൽ അവിടുന്ന് ഒരിക്കലും സന്തോഷിക്കുന്നില്ല. അവൻ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് പോയ ആ ഇടയന്റെ ചിത്രത്തിലൂടെ അങ്ങ് പറഞ്ഞില്ലേ, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. കർത്താവേ, സ്വർഗത്തിന്റെ സന്തോഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാനസാന്തരമാണെന്ന് അങ്ങ് പറഞ്ഞു. അതുപോലെ അങ്ങ് ഞങ്ങളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നു. ദുർത്തപുത്രനെ പോലെ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന അപ്പനെ പോലെ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓ സ്നേഹമേ യേശുവേ, ഞങ്ങളിതാ തിരിച്ചു വരും. കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പാപികളായ മക്കള് കഠിന പാപത്തിൽപ്പെട്ട് സാത്താൻ വരിഞ്ഞു മുറുക്കി അവന്റെ കെട്ടിൽ കെട്ടി അവന്റെ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ യേശു പറയുന്നുണ്ട്. നിന്റെ കുടുംബത്തില് ദൈവമില്ല, വചനമില്ല, കൂദാശയില്ല, തെറ്റായ സ്നേഹബന്ധം അനുസരിക്കാതെ പാപത്തിലും മൊബൈലിന് അടിമത്തത്തിലും തെറ്റായ കൂട്ടുകെട്ടിലും ജഡിക പാപത്തിലും ലോക സുഖഭോഗത്തിലും പെട്ടുകിടക്കുന്ന മക്കള്, അവരൊക്കെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കും. എല്ലാ പാപികളുടെ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മാരക പാപത്തിൽ പെട്ടുകിടക്കുന്ന മക്കളെ സമർപ്പിക്കാം. പാവപ്പെട്ട മക്കളാ യേശുവേ, അങ്ങയുടെ വലിയ സന്തോഷം നിനക്കറിയോ മക്കളെ. ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കേ. ഇന്ന് നീ പശ്ചാത്തപിച്ച് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് ഏത് പാപത്തിന്റെ മേഖലയായിക്കൊള്ളട്ടെ, നീ ആ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈശോയെ ഞാൻ പാപിയാണെന്ന് പറയുമ്പോ ഈശോ സന്തോഷത്തോടെ ചിരിക്കണത് ഈ ദിവ്യകാരുണ്യത്തില് നിനക്കിപ്പോ കാണാൻ പറ്റും മോനെ. മോനെ, ഈശോ നിന്നെ നോക്കുന്നു ആർദ്രമായ സ്നേഹത്തോടെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എന്നെയും നിന്നെയും നോക്കുന്നു. പാപത്തിന്റെ അവസ്ഥകളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഇതാ കടന്നു വരുന്നു.
രോഗത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചകളെ സമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നു. പാപികളായ പാപത്തെ പെട്ടുകിടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ, പാപികളെ സ്നേഹിക്കുന്ന കരുണ, പാപികളെ അതിൽ നിന്ന് വിടുവിക്കുന്ന കരുണ, അതിനുവേണ്ടി കർത്താവേ അങ്ങയുടെ മക്കളെ വിളിക്കുന്ന കാരുണ്യത്തിന്റെ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലും നിറയട്ടെ, ലോകം മുഴുവനിലും വ്യാപരിക്കട്ടെ. അനേക മക്കൾ ഈ കരുണയുടെ ആഴം കണ്ട് ആഴം അനുഭവിച്ച് യേശുവേ അങ്ങയിലേക്ക് വരട്ടെ. ഇതാ ഞാൻ അതിനുവേണ്ടി കടന്നു വരുന്നു. സമർപ്പിക്കാം. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, വലിയ കരുണ ഒഴുകുന്നു മക്കളെ. അശുദ്ധരാമാനവർക്കിടയിലാണേ, കർത്താവേ, ഞാനൊരു അശുദ്ധയാണേ, കരുണ ഒഴുകുന്നു മക്കളെ. അശുദ്ധരാമാനവർക്കിടയിലാണേ, എന്നെ നോക്കാതെ പോകരുതേ. ഈശോ നോക്കുന്നു മക്കളെ. നോക്കിക്കേ ഈശോയുടെ തിരുമുഖത്തെ. എന്നെ നോക്കാതെ പോകരുതേ, കാരുണ്യമായ യേശുവേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ. ദിവ്യകാരുണ്യനാഥ, ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം മക്കളെ. ഈ രാത്രിയിൽ ഒത്തിരിയേറെ മക്കള് പാപത്തിന്റെ പിടിപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, സ്വന്തം ശരീരം പോലും ദൈവാലയമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ശരീരം പോലും വിറ്റ് ജീവിക്കുന്ന മക്കള്, പാപത്തിന്റെ സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മക്കള്, സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പിശാചിന്റെ പിടിയിൽ അമർന്ന് കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പിടിയാണെന്ന് തിരിച്ചറിയാതെ ഈശോയെ വെട്ടുകിടക്കുന്ന മക്കൾ. അങ്ങ് പറഞ്ഞില്ലേ, കഠിന പാപികളെ എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരാൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ കഠിന പാപികളെയും നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോയുടെ വലിയ സന്തോഷം മക്കളെ, നമ്മൾ പാപികൾ കടന്നു വരുമ്പോഴും അനേകം പാപികളെ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈശോയ്ക്ക് വലിയ സന്തോഷ. നിന്റെ മകനെ, അവൻ പാപിയായിരിക്കാം, നിന്റെ മകള് നീ കൊണ്ടുവന്ന ഈശോയ്ക്ക് സന്തോഷ. കുഞ്ഞ്, പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, നിന്റെ മരുമകളെ, നിന്റെ അമ്മായിയമ്മയെ, നിന്റെ അമ്മായിയപ്പനെ, നാത്തൂനെ, ആരുമാകട്ടെ, പാപത്തിന്റെ പിടിയിലായിരിക്കാം, ഭയങ്കരമായ അനീതിയിലായിരിക്കാം, ഈ ദിവ്യകാരുണ്യത്തെങ്കിലേക്ക് കൊണ്ടുവരണേ. ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്, നീ ഇന്ന് ആ പേര് പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന, അനുസരണമില്ലാത്ത, കൂട്ടുകെട്ടിപ്പെട്ട് ദൈവത്തെ മറന്നു ജീവിക്കുന്ന എല്ലാ മക്കളെയും ഈ കരുണയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലോകം മുഴുവനെയും നമുക്കറിയാം അബോർഷൻ, ഒത്തിരിയേറെ ജഡിക പാപങ്ങള്, ഗേ മാരേജ്, ദൈവത്തെ വിട്ട് ജീവിക്കുന്ന, പിശാചിനെ ആരാധിച്ച് ദൈവത്തെ മറന്നു ജീവിക്കുന്ന മക്കള്, അങ്ങനെ ഒത്തിരിയേറെ അകൃത്യങ്ങള്, മ്ലേച്ഛതകള്, ഭീകര പ്രവർത്തനങ്ങള്, ജീവനെ കൊന്ന് ഒത്തിരിയേറെ പ്രവർത്തി ചെയ്യുന്ന മക്കൾ. ഈ കരുണ അറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കരുണ സ്വന്തമാക്കിയാൽ ആർക്കും ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല. പക്ഷേ ഈ കരുണ പ്രഘോഷിക്കപ്പെടണം. തമ്പുരാനെ, അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ, ആ കാരുണ്യത്തെ സ്വന്തമാക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിക്കുമ്പോ, ഈ കരുണയെ പ്രഘോഷിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കുമ്പോ, കർത്താവേ, ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഇതാ ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികളെയും അങ്ങയുടെ കരുണക്കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളുടെ മേലും, ലോകം മുഴുവനിലുമുള്ള സകല മക്കളുടെ മേലും, നാനാജാതി മതസ്ഥരുടെ മേലും, എല്ലാ ഭീകരന്മാരുടെ മേലും, കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന സകല മക്കളുടെ മേലും യേശുവേ, അങ്ങയുടെ കരുണ ഇപ്പോൾ നിറയട്ടെ, ഒഴുകട്ടെ, കവിയട്ടെ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും എല്ലാവരും പിതാവേ ഞങ്ങളുടെ മേൽ
ലോകം മുഴുവന്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കും മക്കളെ. കരുണയുണ്ടാകേണമേ. വലിയ കരുണ ഒഴുകുന്ന സമയമാണ് ഈ സമയം. യേശുവേ, ഈശോയുടെ പ്രവഹിക്കുന്ന കാരുണ്യം എല്ലാ മക്കളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയെ, അങ്ങയുടെ കരുണ എന്നത്തെക്കാളും ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങേക്ക് അറിയാലോ ഈശോയെ, മഹാമാരിയുടെ ഒത്തിരിയേറെ അതിപ്രസരണം ലോകം മുഴുവനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിനെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അനേക മക്കൾ, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനോ ഭക്ഷണം കഴിക്കാനോ വാടക കൊടുക്കാനോ ഒന്നും പറ്റാത്ത മക്കൾ ഏറെ ഉണ്ട് കർത്താവേ. ജപ്തിയുടെ വക്കില് ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്. ഈശോയെ, ബിസിനസ്സൊക്കെ തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, ആഹാരമില്ലാതെ വേദനിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ കടബാധ്യതയാൽ നീറുന്ന മക്കൾ, ഒത്തിരിയേറെ മക്കൾ വെന്റിലേറ്ററിൽ കിടക്കുന്നു. മരണത്തിന്റെ ഭീതി, മരണത്തിന് നിഴവീണ താഴ്വര എന്ന് പറയുന്ന വിധം കർത്താവേ, ഈ കാലഘട്ടം ഒത്തിരിയേറെ തകർന്നിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തികൾ ഇപ്പോഴും സംഭവിക്കുന്നു. ഭീകര പ്രവർത്തനങ്ങൾ നൈജീരിയയിലും മറ്റും എത്രയോ മക്കളെ കൊന്നെടുക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ മക്കളോട്, ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ കർത്താവേ. അങ്ങയുടെ മക്കൾ അങ്ങയെ അറിയട്ടെ, അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിയട്ടെ, പിശാചിന്റെ പ്രവർത്തികൾ അവസാനിക്കട്ടെ. യേശുവേ, യേശുവേ, അങ്ങല്ലാതെ മറ്റാരുമില്ല കർത്താവേ. ഞങ്ങളെ രക്ഷിക്കാൻ, ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഈശോയെ, ലോകം മുഴുവനും അങ്ങയിലേക്ക് തിരിയേണ്ട സമയം. ദേവാലയങ്ങളിലേക്ക് അങ്ങയുടെ മക്കൾ തിരിച്ചു വരട്ടെ കർത്താവേ. ഉദാശകളിലേക്ക് അങ്ങയുടെ മക്കൾ തിരിച്ചു വരട്ടെ യേശുവേ. ദിവ്യകാരുണ്യമായ അങ്ങയെ സ്വീകരിക്കട്ടെ യേശുവേ. അങ്ങയുടെ പുരോഹിതര്, അങ്ങയുടെ സന്യസ്തര് അങ്ങയുടെ കാരുണ്യത്തിൽ ആഴപ്പെടട്ടെ. മോശയോടെന്ന പോലെ മുഖാഭിമുഖം സംസാരിച്ച കർത്താവേ, ഇന്നും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ മക്കളോട് മുഖാഭിമുഖം ഇതുപോലെ സംസാരിക്കണമെന്ന്. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണം. അങ്ങയിലേക്ക് തിരിയാനുള്ള ഭാഗ്യം, അങ്ങയോട് ചേർന്നിരിക്കാനുള്ള ഭാഗ്യം, അങ്ങയോട് ആഴമായ വ്യക്തിബന്ധം പുലർത്താനുള്ള ഭാഗ്യം ഈശോയേ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. ഓ ദിവ്യകാരുണ്യനാഥ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. ഞങ്ങളിൽ കനിയേണമേ. കർത്താവേ, ഞങ്ങൾ മറ്റാരുടെ പക്കൽ പോകും? ജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ. ദിവ്യകാരുണ്യനാഥ, ഈ ഒരു വലിയ തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ ഞങ്ങളെ അവിടുന്ന് ആഴപ്പെടുത്തണമേ. അതിൽ നിന്ന് അങ്ങയുമായുള്ള ആഴമായ വ്യക്തിബന്ധം അങ്ങയുടെ മക്കൾക്കുണ്ടാകട്ടെ കർത്താവേ. ദേവാലയത്തില്, ദിവ്യ സക്രായില്, പരിശുദ്ധ കുദാശയില്
ദിവ്യകാരുണ്യമായിട്ട് അങ്ങ് എപ്പോഴും സംലഭ്യനായിട്ടിരിക്കുമ്പോ ഈശോയെ അങ്ങയോട് ചേർന്നിരിക്കാൻ അരക്കച്ച അരയോടെന്ന പോലെ അങ്ങയോട് അങ്ങയുടെ മക്കൾ ചേർന്നിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയോട് അതുപോലെ ചേർന്നിരിക്കാൻ, അങ്ങയോട് ഒട്ടിയിരിക്കാൻ. യോഹന്നാൻ അങ്ങയുടെ വക്ഷത്തിൽ ചാരിക്കിടന്നത് പോലെ അങ്ങയുടെ വക്ഷത്തിൽ ചാരിക്കിടക്കാൻ, ആ കാരുണ്യം ആവോളം അനുഭവിക്കാൻ, സമാഗമ കൂടാരത്തിൽ മോശ എന്ന പോലെ, ജോഷുവ എന്ന പോലെ അങ്ങയോട് ചേർന്നിരിക്കാൻ, എല്ലാ കാര്യങ്ങളും അങ്ങയോട് സ്നേഹിതനോടെന്ന പോലെ മുഖാഭിമുഖം സംസാരിക്കാൻ. യേശുവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു ബന്ധം ഞങ്ങൾ ഉറക്കട്ടെ. കൂദാശകളുടെ ആ ദൈവത്തിന്റെ കരുണ ഞങ്ങൾ സ്വന്തമാക്കട്ടെ. കൂദാശകൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കട്ടെ. ദേവാലയത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കട്ടെ. അങ്ങനെ അങ്ങയെ സ്വന്തമാക്കി അങ്ങാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ആർക്കും തകർക്കാൻ പറ്റാതെ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആഞ്ഞടിച്ചു, വീണില്ല. അത് വചനമാകുന്ന പാറയാകുന്ന അങ്ങയിൽ അടിസ്ഥാനമിട്ടതായിരുന്നു. ആ ഒരു ബന്ധം ഞങ്ങൾക്ക് ഉറപ്പിച്ചു തരണമേ. പ്രാർത്ഥിക്കും മക്കളെ, ദാഹത്തോടെ പ്രാർത്ഥിക്കും. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും അങ്ങയിലേക്ക് തിരിയട്ടെ. എല്ലാ മക്കളും അങ്ങയോട് പ്രത്യേകിച്ച് അങ്ങയുടെ അഭിഷിക്തരും സന്യസ്തരും കർത്താവേ, ഞങ്ങൾ അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയുടെ കരുണ സ്വന്തമാക്കി, അങ്ങ് ഇന്ന് പറഞ്ഞ പോലെ കരുണ ഞങ്ങളിലൂടെ ഒഴുകി അനേകം മക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്ന കൈവഴികളായിട്ട് യേശുവേ ഞങ്ങളെ മാറ്റണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഈ കരുണക്കടലിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയെ, അങ്ങയുടെ കരുണ എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, അനേകായിരങ്ങളിലേക്ക് ദിവ്യകാരുണ്യം എന്നിലൂടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ നിലയില്ലാത്ത കരുണക്കടൽ നിന്നിലേക്ക് ഒഴുകണം. നിന്നിൽ ഒഴുകി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് യേശുവേ കരുണ ഒഴുകട്ടെ, നിറഞ്ഞു കവിയട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ നിലയില്ലാത്ത കരുണക്കടൽ എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. കുടുംബങ്ങളിൽ നിറയട്ടെ, ബിസിനസ് മേഖലകളിൽ നിറയട്ടെ, ദാമ്പത്യ ജീവിതത്തിൽ നിറയട്ടെ, പൗരോഹിത്യത്തിൽ നിറയട്ടെ, എല്ലാ സന്യസ്തരിലും നിറയട്ടെ, യുവമക്കളിൽ നിറയട്ടെ, കുഞ്ഞുമക്കളിൽ നിറയട്ടെ. കരുണയുടെ വലിയ പ്രവാഹം എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് കൂരിരുളായാലും അത് താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. അത് കൂരിരുളായാലും അത് താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അങ്ങയുടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ
അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങയുടെ കരുണക്കടലിന്റെ ആഴം അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആ ചങ്കിൽ തൊട്ടിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആ കാരുണ്യ കടൽ സ്വന്തമാക്കിയ ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ആ ദൈവ കാരുണ്യത്തിന്റെ അനുഭവം, ആ വിശ്വാസത്തിന്റെ ഉറപ്പ്, ചങ്കുറപ്പ് കർത്താവേ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കരുണയുടെ നിലയില്ലാത്ത ആഴങ്ങളിലേക്ക് ഈ കരുണയുടെ തിരുനാളിൽ ഞങ്ങളെ ആനയിക്കണമേ കർത്താവേ. ഒത്തിരി വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, പരീക്ഷ എഴുതുന്ന മക്കള്, അടിമപ്പെട്ട് കിടക്കുന്ന മക്കള്, എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കരുണ ഒഴുകിയിറങ്ങട്ടെ. ഞങ്ങളെല്ലാവരും കരുണയുടെ ഉറവകളായിട്ട് മാറട്ടെ. ഞങ്ങൾ അങ്ങയുടെ കരുണയുടെ കൈവഴികളായി തീരട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരുണയുടെ കൈവഴികളാക്കി മാറ്റണമേ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ, എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. എന്നെ അങ്ങയുടെ കരുണയുടെ കൈവഴിയാക്കി ഉപകരണമാക്കി മാറ്റണമേ. കൂടെ വസിക്കുന്ന കർത്താവ്, നിന്നെ കൈവിടാത്ത കർത്താവ്, നിന്നെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന കർത്താവ്, നമ്മളാരും നശിച്ചു പോകുന്നത് ആഗ്രഹിക്കുന്ന കർത്താവല്ല, അതിനെ വെറുക്കുന്നു, നമ്മുടെ നാശത്തെ വെറുക്കുന്ന കർത്താവ്. ഇത്രമാത്രം സ്നേഹമുള്ള ഒരു കർത്താവ് കൂടെയുള്ളപ്പോൾ എന്തിനാ മോനെ മോളെ നമ്മൾ ഭയപ്പെടുന്നത്? പക്ഷെ ആ കർത്താവിനോട് ബന്ധം വേണം. മോശ എന്ന പോലെ, മോശ, ജോഷുവ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, ദൈവത്തനുസരിച്ച വിശുദ്ധരെ, പുണ്യാത്മാക്കളെ പോലെ ഈ ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കണം. അതിൽ തീരുമാനിക്കാം. അതിന് നീ ഒരു നിലപാടെടുക്കുക. അതിനുവേണ്ട അഭിഷേകത്തിന് വേണ്ടി ഈശോയോട് തന്നെ പ്രാർത്ഥിക്കുക. വേറെ ആരാ നമുക്ക് ഈ അഭിഷേകം തരുക? ഈശോയെ, നീ അല്ലാതെ ആരാ ഈ അഭിഷേകം ഞങ്ങൾക്ക് തരുക? ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരാ ഉള്ള ഈശോയെ? സങ്കീർത്തകൻ പറഞ്ഞില്ലേ, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ കർത്താവാണ് എൻ്റെ ബലം. ഓ മൈ ജീസസ്, അങ്ങാണ് എൻ്റെ ബലം, അങ്ങാണ് എൻ്റെ സർവസ്വവും, അങ്ങാണ് എൻ്റെ ശക്തി, അങ്ങാണ് എൻ്റെ ജീവൻ. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെ ഭയപ്പെടണം? കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടാകണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകണം. എന്നെ അങ്ങയോട് ചേർത്ത് തായ്തണ്ടിനോടെന്ന പോലെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ കൃപകൾക്കും വേണ്ടി കരുണയുടെ കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. ഞങ്ങളിൽ കനിയേണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.